കുട്ടികളൊക്കെ സ്കൂളിൽ പോവാതെ ഗോലി കളിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങളിൽ പോയിരുന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു. നമ്മളും പണ്ട് മുതലേ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഗോലി കളിച്ച് വളരും. കുറേ പേര് പഠിക്കാതെയൊക്കെ ഈ ഗോലി കളിച്ച് നടന്നു എന്നൊക്കെ നമ്മൾ പണ്ടത്തെ നാട്ടിൽ പറയും. ഗോലിയും കളിച്ച് നടന്നോടാ എന്നൊക്കെ പറയണ ഒരു ഇതൊക്കെ വരണതായിരിക്കും. ഗോലി സോഡി വാങ്ങിക്കപ്പോൾ വേണ്ടിയിട്ട് ഒരു സോഡയിലുള്ള ഒരു ഗോലി കിട്ടി. അപ്പോഴാണ് ഇത് വെച്ച് കളിക്കണതിൻ്റെ കാര്യം നമുക്ക് തന്നെ ഓർമ്മ വന്നത്. അപ്പോൾ അതെങ്ങനെ കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ അങ്ങനെ രായി ഇടണത് 2 കുഴികൾ എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഏകാഗ്രത കിട്ടും, നല്ല മെയ് വഴക്കം കിട്ടും, ശാരീരികമായും നമ്മൾ അനങ്ങയില്ല കുറേ അങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഗോലി കളക്ഷൻ തന്നെ വലിയൊരു സംഭവമായിക്കൊണ്ട് തുടങ്ങി. നല്ലതാണ്, മാനസിക ഉല്ലാസം കിട്ടും. ഈ മൊബൈലും അഡിക്ഷൻ ആയിരിക്കുന്ന സമയത്തേക്ക് ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാനസിക വികാസവും ഇതിലൂടെ കിട്ടുന്നത് ഭയങ്കരമായിരിക്കും. ഒറ്റ അടിയിൽ കിടക്കണം. എടാ നീ അടിച്ചവനെ കളയടാ, അടിച്ചോളാം, അവനെ അടിച്ചോളാം, അടിച്ച് പറപ്പിച്ചോളാം, ദൂരെ കളയടാ. ഇപ്പം 2 പേര് അടിയടാ. ഒന്ന് അവനെ അടിച്ച് കളഞ്ഞിട്ട് നീ രായിട്. നീ രായിട്, തിരിച്ച് രായിട്ടാ നീ ജയിച്ചു. ഈ ഗോലി കളിക്കാൻ പറ്റുന്നത് കുറേ ഗോലി ശേഖരിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഒന്ന് പൊട്ടുമ്പോൾ അടുത്തെടുക്കും, അടുത്ത് പൊട്ടുമ്പോൾ അടുത്തെടുക്കും. ഇപ്പോൾ എല്ലാം ഗോലി സോഡ വാങ്ങിച്ചിട്ടാണ് ഇതുവരെയും ഗോലി വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ അടിക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകളുടെയും വീഡിയോ ഗെയിമുകളുടെയും ഈ കാലത്ത് ഇങ്ങനെയും ചിലർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപൂർവമെങ്കിലും ഗോലികളി പോലുള്ള നാടൻ കളികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. സജീവ് മോഹനൊപ്പം ടി എസ് ശ്രീകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.